പറയാൻ പോകുന്നത് പഴവങ്ങാടി ഗണപതിയെക്കുറിച്ചാണ്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറുകയും നമ്മുടെ ജീവിതം വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു ജീവിതമായി മാറുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് ഭഗവാനോട് സങ്കടങ്ങൾ പറയുന്നത്. എല്ലാവിധ സങ്കടങ്ങളും ഭഗവാൻ മാറ്റിക്കൊടുക്കുകയും എല്ലാവിധ വിഘ്നങ്ങൾ മാറുന്നതിനും വളരെ ഉത്തമമായ ക്ഷേത്രമാണിവിടെ. ഈ ക്ഷേത്രം പ്രപഞ്ച ഗണപതിയായിട്ടാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റെവിടെയും ഇങ്ങനെയുള്ള ഗണപതി പ്രതിഷ്ഠ കാണാൻ കഴിയുകയില്ല. അവധൂതൻ പൂജിച്ച വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ആ വിഗ്രഹം വളരെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പട്ടാളക്കാർക്ക് ലഭിക്കുകയും പട്ടാളക്കാർ ആ വിഗ്രഹം ഇവിടെ ഏൽപ്പിക്കുകയും അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമായി മാറുകയും ചെയ്തു. അവധൂതൻ്റെ എല്ലാവിധ ശക്തികളും ഈ വിഗ്രഹത്തിനുള്ളതിനാൽ ഈ വിഗ്രഹത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കുന്നവർക്ക് എല്ലാവിധ വിഘ്നങ്ങൾ മാറുന്നതും സർവ്വവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഭഗവാന്റെ ആദ്യ വിഗ്രഹമുള്ളത്. ആദ്യ വിഗ്രഹത്തിൻ്റെ മുകളിലാണ് പൊതിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണ വിഗ്രഹമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടുത്തെ വിഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിന് ഒരു തേയ്മാനവും വരാത്ത രീതിയിലാണ് ഇവിടുത്തെ വിഗ്രഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ ഈ വിഗ്രഹം നമുക്കെല്ലാവർക്കും ദർശനം നൽകുന്ന ഈ വിഗ്രഹം വളരെയധികം ഐശ്വര്യങ്ങൾ നൽകുന്ന വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കാനായി എല്ലാവരും ഇവിടെ വന്ന് മുട്ടറക്കുകയും നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങൾ മാറുന്നതിനും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സർവ്വവിധ അഭിഷ്ടങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. ഈ വിഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെവിടെയും ഈ വിഗ്രഹം കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹം വളരെയധികം പ്രാധാന്യമുള്ളത് കാരണം നിങ്ങളെല്ലാവരും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടറക്കുക. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും